എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Relaxation, harmony, belonging, energetic movement, protection, promise of future. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ടുന്ന അനാവശ്യമായിട്ടുള്ള, അതായത് ഒത്തിരി ബാധ്യതകൾ ഏറ്റെടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഇപ്പോൾ ജോലിയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ജോലി ബാധ്യതകൾ ഏറ്റുവെക്കുക. ഫാമിലിയിലാണെങ്കിലും എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ തലയിലാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സംഘടനയോടോ മറ്റു ഭാഗമാണെങ്കിൽ എല്ലാം നിങ്ങളുടെ തലയിൽ എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾ അമിതമായിട്ട് ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മാസം. അതായത് ആവശ്യത്തിനുള്ള ഉറക്കവും ആവശ്യത്തിന് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും ആവശ്യത്തിന് നിങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അഥവാ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ അത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരുന്നാൽ അത്രയും നല്ലത്. കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അനാവശ്യ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാകുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളായിട്ട് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി ഇടപെട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അതായത് ശാരീരികമായിട്ടും അസുഖങ്ങളും മറ്റു കാര്യങ്ങളും വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ റെസ്റ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് റിലാക്സ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒഴിവാക്കുക. പിന്നെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്യണം നിർബന്ധമില്ലാത്തത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ള, ഇപ്പോൾ കുട്ടികളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു തരത്തിൽ അവരെ മടിയന്മാരോ മടിച്ചികളോ ആക്കുന്നതോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തിത്വങ്ങളാക്കുന്നത്, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആളുകളാക്കി മാറ്റി തീർക്കുന്നതിനൊക്കെ നിങ്ങൾ ഉത്തരവാദികളാവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു, നിങ്ങളൊരു നല്ലൊരു വ്യക്തിയാണെന്ന്, അല്ലെങ്കിൽ നല്ല അച്ഛനോ അമ്മയോ നല്ല മരുമകളോ മകനോ മകളോ ഒക്കെയാണ് എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ കൂടിയും അത് അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തയാണ്. അത് ശരിയായിട്ടുള്ള ചിന്തയുമല്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ സ്വയം ചെയ്ത് പഠിക്കുക. ഇല്ലാത്ത പക്ഷം അത് അവർക്കും ഭാവിയിൽ പ്രയോജനം ഒന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാനുള്ള, റിലാക്സ് ചെയ്യുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, നിങ്ങളുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുക, ഫുൾ ടൈം റിലാക്സ് ചെയ്യുക എന്നുള്ളതല്ല. കാരണം ഇവിടെ കുറച്ച് ആളുകൾ ഫുൾ ടൈം റിലാക്സ്ഡ് മീൻസ് ഒരു പണിയും എടുക്കാതെ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ആവശ്യത്തിന് മാത്രമെല്ലാം എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർമണി എനർജിയാണ് നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ പറയാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, പ്രണയിതാക്കൾ തമ്മിലൊക്കെ നല്ലൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അടുത്തിടെ വിവാഹം കഴിച്ചവർ നിങ്ങൾ വിവാഹത്തിന്റെ തിരക്കുകൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് യാത്രകളൊന്നും ഒരുമിച്ച് പോകാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ പോകാൻ പറ്റുന്നുണ്ട്, സന്തോഷത്തോടുകൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വിവാഹിതരാകാൻ പോകുന്നവരെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിലൊക്കെ വിവാഹിതരായിട്ടുള്ളവരോ അല്ലെങ്കിൽ വരുന്ന മാസത്തിൽ വിവാഹിതരാകുന്നവരൊക്കെ ഈ ഒരു സമയത്ത് വിദേശത്ത് ചിലപ്പോൾ ടൂർ പോകാനോ അല്ലെങ്കിൽ വെക്കേഷൻ, ഹണിമൂൺ പോലെയൊക്കെ പോകാനുള്ള ഒരു അവസരമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടിയിട്ട് പറയുന്നു. പല സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടിയുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പം അത് മറ്റുള്ളവർ മുതലെടുക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം എല്ലാവരോടും സ്നേഹവും സഹാനുഭൂതിയൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷെ അതിനർത്ഥം മറ്റുള്ളവർ അതിനെ മുതലെടുക്കാൻ നിന്നു കൊടുക്കുക എന്നുള്ളതല്ല. നല്ലൊരു ഫീൽ ഗുഡ്, നല്ലൊരു സംതൃപ്തി മനസ്സിന് തോന്നുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു സന്തോഷ വാർത്തയായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ,
അതേപോലെ തന്നെ ഈ പറയുന്ന മറ്റു ചില ആളുകൾ നേരത്തെ പറഞ്ഞു മറ്റുള്ളവർ മുതലെടുക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പം കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങൾ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണെന്നുള്ള രീതിയിൽ, കാരണം അതിപ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കണമെന്നില്ല, ഫാമിലിയിലുള്ളവരായിരിക്കണമെന്നില്ല, ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലുള്ളവരായിരിക്കും. നിങ്ങൾ ഇന്നൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്തോളും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്കായിട്ട് പോകുന്നത്. അതായത് സ്വയം നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, ഇവിടെയൊക്കെ സ്വയം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ചിലപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു സ്ലേവ്, അതായത് ഒരു അടിമയെ പോലെ നിങ്ങളെ കാണുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഏൽപ്പിച്ചാൽ മതി, നിങ്ങൾ ചെയ്തോളും എന്നുള്ളത്, നിങ്ങളുടെ ഒരു ജോലി അല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ ജോലിയിലായിരിക്കാം, നിങ്ങളത് ചെയ്തോളും എന്നുള്ള രീതിയിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈഗോ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈഗോ എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഭയങ്കര ഈഗോ ആണ്, അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഈഗോ ആണെന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വിചാരമാണ്. ഈഗോ എന്ന് പറയുമ്പോൾ അത് ന്യൂട്രൽ ആണ്, അത് നെഗറ്റീവും പോസിറ്റീവും. അതായത് തീരെ ഞാൻ ഒന്നുമല്ല ആരുമല്ല എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവ് ഈഗോ ആണ്. അതേപോലെ ഞാനാണ് ഇവിടെ എല്ലാം എന്ന് ചിന്തിക്കുന്നത് ഒരു വലിയ, അല്ലെങ്കിൽ ഓവർ ഈഗോ, അല്ലെങ്കിൽ ഈഗോ ഇല്ലാത്ത എന്ന് പറയും അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് അനിവാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. അപ്പോൾ സ്വയം ചിന്തിക്കുക, നിങ്ങളൊരു അടിമയായിട്ട് നിൽക്കണമോ എന്നുള്ളത്. കാരണം അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം നിങ്ങളത് പ്രത്യേകം ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. എവിടെ ആരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. ഫിസിക്കലി വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു മാസം. അതുകൊണ്ട് ഒത്തിരി ശാരീരികമായിട്ട് എക്സൈറ്റഡ് ആകുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ചില ആളുകൾ അതേസമയം തന്നെ കുറച്ച് ഓവറായിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് എടുത്ത് പറയാണ് ആവശ്യത്തിനുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക, സ്പോർട്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. ചില ആളുകൾ, ഭൂരിഭാഗം ആളുകളും വളരെ എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൃത്തം ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, സ്പോർട്സ്, ഇപ്പോൾ ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ഷട്ടിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ അങ്ങനെയുള്ള ആക്റ്റീവായിട്ടിരിക്കുന്ന സ്പോർട്സിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സ്പോർട്സ് മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളവർ, ഇപ്പോൾ കുട്ടികളൊക്കെ സ്പോർട്സിൽ സ്റ്റേറ്റ്, നാഷണൽ ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. ആ ഒരു ഇതിൽ ഉള്ള ആളുകളാണ്, നിങ്ങൾ സ്പോർട്സിലുള്ള ഒരു വ്യക്തിയാണ്, ഏത് തരത്തിലാണെങ്കിലും അതിൽ ഒത്തിരി അധികം നല്ല സാധ്യതകളാണ്. ഒത്തിരി നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ്. പല സാഹചര്യങ്ങളും നിങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ കുറച്ച് നാളുകളായിട്ട് വിസ, വർക്ക് പെർമിറ്റ് ഇത്യാദി കാര്യങ്ങളിലൊക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലയിടത്തും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്ന് പറയുന്ന വ്യക്തിയിൽ സ്വയം വിശ്വസിക്കാതിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രപഞ്ചശക്തി, അല്ലെങ്കിൽ ആ ഒരു ദൈവാനുഗ്രഹം എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പലയിടങ്ങളിലും സ്വയം വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ പോലും ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ കടങ്ങൾ കിട്ടുന്ന സമയമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വിദേശത്തേക്ക് പോകുന്നത് സംബന്ധിച്ച് ഒന്നും റെഡി ആവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു പ്രതീക്ഷ വരുന്നത്. അല്ലെങ്കിൽ വിസ, വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ റെഡി ആവുന്നുണ്ട്. പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന പോലെ ഒരു സാഹചര്യത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആരാധിക്കേണ്ടത് മഹാദേവൻ ശിവനെ ആരാധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് പ്രോമിസ് ഓഫ് ഫ്യൂച്ചർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എഗെയിൻ ദൈവാനുഗ്രഹം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ചില ആളുകൾ ചില കാര്യങ്ങളിലേക്ക് അനാവശ്യമായിട്ടുള്ള വഴികളിലൂടെ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം, നിങ്ങൾ ദൈവത്തിലൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ
ഈ മറ്റു തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ജോലി കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നേർവഴി അല്ലാത്ത രീതിയിലൊക്കെ വഴികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. കാരണം ഒരു ലെവലായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ജോലി കിട്ടുക, എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ, ഊടുവഴികൾ ഒരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക. അത് നിങ്ങളെ അബദ്ധത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയും ദൈവവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും ഒക്കെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.